നമസ്കാരം സുഹൃത്തുക്കളെ, SCERTയുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സയൻസിലെ, അതായത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിലെ ടേബിളുകളും കോളങ്ങളും പിക്ചറുകളും ഒക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിനിപ്പോൾ നെക്സ്റ്റ് പ്രിലിംസ് എഴുതാൻ പോകുന്നതിനൊക്കെ മാർക്ക് കിട്ടണം അല്ലേ. അതുപോലെ മെയിൻസിന് ഇനിയിപ്പോൾ അധികമൊന്നും നമ്മുടെ കയ്യിൽ താമസമില്ല, കാരണം ജനുവരിയും കഴിയാനായി അല്ലേ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മാർച്ചിലില്ല, ഏപ്രിലിൽ അല്ലെങ്കിൽ മെയിൽ നമുക്ക് എന്ത് ചെയ്യാം, 100% ഉറപ്പിക്കാം. 100% സാധ്യത മെയിൽക്കാകാനാണ് സാധ്യത. എന്നാലും നമ്മുടെ മുന്നിൽ ഇനി നമുക്ക് സമയങ്ങളില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഉള്ള സമയം പരമാവധിയിട്ട് വേഗം നമുക്ക് ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കേണ്ടതുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്തിരുന്നത്. ഇത് 13ാമത്തെ ക്ലാസ്സാണ്. പുതിയ SCERTയുടെയൊക്കെ പരമാവധി ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിക്കുക കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ചില കൂട്ടുകാർ പറഞ്ഞ സൗണ്ട് കുറവാണ്. എൻ്റെ ഫോണിലും ലാപ്പിലും നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. പിന്നെ സ്പീഡ് കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് എന്നുള്ളവർക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വലതുവശത്ത് ഒരു 3 പോയിന്റിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കമ്മിയാക്കാനും നമുക്ക് ഇനി പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ കൂട്ടാനും എല്ലാം ഓപ്ഷൻ ഉണ്ട് അതിൽ. ഞാൻ ഒരു മീഡിയം ഒരു സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത് കൂടുതലാണ് എന്നുള്ളവർ കൂട്ടുകാർ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമ്മിയാക്കിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം, നോക്കാം. ഇനി നമുക്ക് അടുത്ത ബോക്സ് നോക്കാം. ഇതിൽ മാതൃക അസ്ഥിസന്ധി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ നമ്മളൊരു അസ്ഥിയുടെ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ അസ്ഥി സൈനോവിയൽ സ്തരത്തെ കുറിച്ചിട്ടും സൈനോവിയൽ ദ്രവത്തെ കുറിച്ചിട്ടും ക്യാപ്സ്യൂൾ എന്താണ്, തരുണാസ്ഥി എന്താണ് സ്നായുക്കള്, ഇതൊക്കെ കൂടെ പറയുന്നത്. സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത് ഒരു അസ്ഥിസന്ധിയില് സൈനോവിയൽ സ്തരം എന്താണ് ചെയ്യുന്നത്, സൈനോവിയൽ ദ്രവത്തെ സ്രവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്തരമാണ് എന്ത് ചെയ്യുന്നത്, ദ്രവത്തെ സ്രവിപ്പിക്കുന്നത്. ഇനി ഈ സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത് അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നു. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് സൈനോവിയൽ ദ്രവമാണ്. അപ്പൊ സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത് ആരാണ്, സൈനോവിയൽ സ്തരമാണ്. ഈ സൈനോവിയൽ ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്താണ്, അസ്ഥികൾക്ക് ഇപ്പൊ 2 അസ്ഥികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏത്, സൈനോവിയൽ ദ്രവം എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ പോരെ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം അല്ലല്ലോ പറഞ്ഞിട്ട് പോകുന്നത്, 2, 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോകുന്നത്. വീണ്ടും ഒന്നും കൂടി വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ താഴെ പറയണം കേട്ടോ. നോക്കാം, അടുത്ത ക്യാപ്സ്യൂൾ നോക്കിക്കേ, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഒരു ടാബ്ലറ്റ് നമ്മൾ അതിന് ഒരു ക്യാപ്സ്യൂൾ കഴിക്കാണ്ട് പറയില്ലേ, അത് നിങ്ങൾ ചിന്തിക്കുക, അതിനെ പൊതിഞ്ഞിട്ടല്ലേ ഇവിടെ സംരക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, സന്ധി അല്ലെങ്കിൽ അസ്ഥി എന്ത് ചെയ്യാണ്, പൊതിഞ്ഞിട്ട് സംരക്ഷിക്കുകയാണ് ക്യാപ്സ്യൂൾ ചെയ്യുന്നത്. തരുണാസ്ഥി അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അപ്പൊ അസ്ഥികൾക്കിടയിൽ സ്നേഹകം ആരാണ്, സ്നേഹകം സൈനോവിയൽ ദ്രവമാണ്. എങ്കിൽ അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് കണ്ടോ, പിക്ചർ നോക്കണം കേട്ടോ, തരുണാസ്ഥിയാണ്. ഇനി എന്താണ് ഈ സ്നായുക്കള്, അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ, അതായത് ഒരു ഭാഗത്താണ് ഈ അസ്ഥി കാണപ്പെടുന്നതെങ്കിൽ അതിന്റെ സ്ഥാനം അങ്ങോട്ട് മാറാൻ പാടില്ല അല്ലെ, അത് നിലനിൽക്കുന്നിടത്ത് തന്നെ ഉണ്ടാകണം. അങ്ങനെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് എന്ത്, സ്നായുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ സൈനോവിയൽ സ്തരം, നമ്മുടെ അസ്ഥിയില് ഒരു സ്തരമുണ്ട്, അതിന്റെ പേരാണ് സൈനോവിയൽ സ്തരം. ഓക്കെയാണ്. അപ്പൊ ഈ സൈനോവിയൽ സ്തരമാണ് സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സൈനോവിയൽ ദ്രവത്തിന്റെ ഡ്യൂട്ടി എന്താണ്, അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനി പഠിച്ചല്ലോ ക്യാപ്സ്യൂൾ. അപ്പൊ നമ്മൾ തന്നെ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു മരുന്നിനെ ആലോചിക്കുക, അതിന് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് അല്ലെ. ടാബ്ലറ്റ് അതിന്റെ ഉള്ളിലാണ്, അതിന്റെ ചുറ്റും കവറിങ് ആണ് അല്ലെ. സന്ധിയെ എന്ത് ചെയ്യണം, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. തരുണാസ്ഥി അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. ഇനി സ്നായുക്കളോ, അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നു. എന്താണ് ഇനി സന്ധിവാതം നോക്കാം. നമ്മുടെ സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണങ്ങള്. തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാകുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, സന്ധിവാതം വരുന്നത് കേട്ടോ. തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന സമയത്താണ്. അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെയാണ് ഇതിനും എങ്ങനെയാണ് ലക്ഷണങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം. തരുണാസ്ഥി വലയമാണ് കേട്ടോ. ഇനി അസ്ഥിസ്ഥാന ഭ്രംശം, അതിൽ സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നതാണ് അല്ലെ. സ്നായുക്കൾക്കാണ് ഇവിടെ തകരാറുണ്ടാകുന്നത്. എന്താണ്, സ്നായുക്കൾക്ക് തകരാറ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്നായുക്കളുടെ ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ
പറഞ്ഞു അല്ലെ. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. തരുണാസ്ഥി വലയത്തിന് തകരാറാണ് സന്ധിവാതമെങ്കിൽ സ്നായുക്കളിന് തകരാറാണ് അസ്ഥിസ്ഥാന ഭ്രംശത്തിന്. ഓക്കെ. ഇനി ഉളുക്കോ, സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യലാണ്. ഉളുക്ക് എന്താണ്? സ്നായുക്കൾ ഒന്നില്ലെങ്കിൽ വലിയും അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യലാണ്. കഠിനമായ വേദനയും നീർവീക്കവും. ഇത് പഠിക്കണം കേട്ടോ. ഓസ്റ്റിയോപൈറോസിസ്, അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൈറോസിസ്. കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, ഇതാ വൈറ്റമിൻ ഡിയുടെ കുറവാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ ഡിയുടെ കുറവ് എന്നിവയൊക്കെ എന്ത് ചെയ്യാം? ഓസ്റ്റിയോപൈറോസിസിന് കാരണമാകാം. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഓസ്റ്റിയോപൈറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. എന്താണ് ലക്ഷണങ്ങള്? അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൈറോസിസ്. കാൽസ്യത്തിന്റെ കുറവും ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറും. ഏതാണ് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇനി നമ്മുടെ മനുഷ്യൻ എന്ന ഒരു ജീവിയില് ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യം, നഖവും മുടിയും. ഇപ്പൊ നമ്മളുടെ ഇത് കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന എന്താണ്? അസ്ഥികൂടം, നഖവും മുടികളൊക്കെയാണ് അവശേഷിക്കുക അല്ലെ. ഉരകങ്ങളിലോ ശൽക്കങ്ങളും പിന്നെ നഖവും, ശൽക്കങ്ങളായിട്ട് നഖവും കേട്ടോ. ഇനി എന്താണ് പാരമീസിയം, എന്താണ് യൂഗ്ലീന, മണ്ണിര നോക്കാം കേട്ടോ. പാരമീസിയം, ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. പഠിച്ചോളേ, സീലിയകളാണ് കേട്ടോ. ജലത്തിലൂടെ, ഇതാണ് സീലിയ കണ്ടോ. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് കണ്ടോ. ഇത് പാരമീസിയമാണ്. ഈ തന്നിരിക്കുന്നത് എന്താണ്? പാരമീസിയമാണ്. അതിൽ സീലിയ ഇവിടെ തന്നിട്ടുണ്ട്. ഈ സീലിയാണ് ഈ പാരമീസിയത്തിന് എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? ജലത്തിലൂടെ മുന്നോട്ട് നീക്കാൻ. അപ്പൊ പാരമീസിയത്തിലെ ജലത്തിലൂടെ മുന്നോട്ട് നീക്കാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് സീലിയ ആണ് കേട്ടോ. കോശോപരിതലത്തിന് ഉപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ ഒരു പ്രോട്ടീൻ തന്തുക്കളാണ് ഈ സീലിയകൾ എന്ന് പറഞ്ഞത്. ഈ സീലിയ എന്ന് പറഞ്ഞത് എന്താണ്? കോശത്തിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു നീളം കുറഞ്ഞ എന്താണ് അവിടെ? പ്രോട്ടീൻ തന്തുക്കളാണ്. എന്താണ്? പ്രോട്ടീൻ തന്തുക്കളാണ് കേട്ടോ. ഇനി എന്താണ്? യുഗ്ലീന നോക്കാം. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലം ആണ് കണ്ടോ. യുഗ്ലീന തന്നിട്ടുണ്ട്. അതിലിതാ ഒരു കണ്ടോ, ഇതുണ്ടോ, ഇതാണ് എന്ത്? ഫ്ലജെല്ലം എന്ന് പറയുന്നത്. അപ്പൊ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയ ആണെങ്കിൽ യുഗ്ലീനിനെ സഹായിക്കുന്നത് ഫ്ലജെല്ലം ആണ്. എന്താണ്? ഫ്ലജെല്ല. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ്. രണ്ടും എന്താണ്? പ്രോട്ടീൻ തന്തുവാണ് കേട്ടോ. പ്രോട്ടീൻ തന്തുവാണ് എന്ത്? ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഇനി മണ്ണിര. മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികളുണ്ട്. വലയപേശിയുണ്ട്, ദീർഘപേശിയുണ്ട്. മണ്ണിരയിൽ എന്തൊക്കെയുണ്ട്? വലയപേശിയുണ്ട്, ദീർഘപേശിയുണ്ട്. അവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നു. ഇതുകൂടാതെ ശരീരത്തിന്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സിറ്റകൾ സഞ്ചാരത്തിന് സഹായിക്കുന്നു. അപ്പൊ പാരമീസിയത്തെ സഞ്ചാരത്തിന് സഹായിക്കുന്ന പ്രോട്ടീൻ തന്തുക്കളാണ് ഏതാണ്? പഠിച്ചോ. പാരമീസിയത്തിന് സഹായിക്കുന്നത് നോക്കാതെ ഒന്ന് പറഞ്ഞേ, ഏതാണ്? സീലിയ അല്ലെ. സീലിയ എന്ന പ്രോട്ടീൻ തന്തുക്കളാണ്. ഇനി നമ്മൾ യുഗ്ലീന പഠിച്ചു. യുഗ്ലീനയ്ക്ക് ഏതാണ്? ഫ്ലജെല്ലം ആണ് അല്ലെ. ഏതാണ്? ഫ്ലജെല്ലം ആണ്. ഇനി നമ്മൾ അടുത്തത് മണ്ണിര. മണ്ണിരയെ സഹായിക്കുന്നത് എന്താണ്? ശരീരോപരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സിറ്റുകളാണ്. മണ്ണിരയ്ക്ക് എന്താണ്? സിറ്റകൾ കേട്ടോ. പഠിച്ചു വെക്കണം. പാരമീസിയത്തിന് സീലിയ, യുഗ്ലീനയ്ക്ക് ഫ്ലജെല്ലം, മണ്ണിരയ്ക്ക് സിറ്റുകൾ. ഇനി ചലനവും സഞ്ചാരവും. സഞ്ചാരവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലേ? രണ്ടും വ്യത്യാസമാണ്. ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം. ശരീരത്തിന് മൊത്തമായിട്ട് സ്ഥാനാന്തരം ചെയ്യുന്നതിനെയാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഇനി ആർട്ടിക് ടേൺ, മോണാർക്ക് ശലഭം, ഹംബബാക്ക്, തിമിംഗലം. എന്താണ് ആർട്ടിക് ടേൺ നോക്കിയേ? ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കും ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കും വർഷം തോറും പോയി വരുന്ന ഒരു സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്. ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും തിരിച്ചും ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്കും എന്ത് ചെയ്യാണ്? തിരിച്ച് വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ. മൊണാർക്ക് ശലഭം ദേശാന്തര ഗമനത്തിനായി ജീവി
ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസ്സായിട്ടുള്ള ഒരു മനോഹര ശലഭമാണ്. ആയുസ് എന്താണ്? കുറവാണ്. പക്ഷെ എല്ലാവരുടെയും ആൾ എന്ത് ചെയ്യും? എത്തിച്ചേരും അല്ലെ? ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസ്സായിട്ടുള്ള ഒരു മനോഹരമായ ശലഭമാണ് മൊണാർക്ക് ശലഭം. ഇനി ഹംബബാക്ക് തിമിംഗലമോ? ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനിയാണ്. 5000 കിലോമീറ്റർ ആണ്. 5000 കിലോമീറ്റർ വരെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പടുകൂറ്റൻ സസ്തനിയാണ് ഹംബബാക്ക് തിമിംഗലം. അപ്പൊ ആർട്ടിക് ടേൺ പറഞ്ഞു, മൊണാർക്ക് ശലഭം പറഞ്ഞു, ഹംബബാക്ക് തിമിംഗലവും. ഇനി ഇവിടെ നമ്മുടെ സസ്യങ്ങളില് വിവിധ തരം ചലനങ്ങളുണ്ട്. ജലട്രോപിക ചലനം, രാസട്രോപിക ചലനം, പ്രകാശട്രോപിക ചലനം, ഭൂഗുരുത്വ ട്രോപിക ചലനം, സ്പർശട്രോപിക ചലനം. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? അതിൽ ആ ഭാഗത്തേക്ക് ചെടികളുടെ വളർച്ച, വേരിന്റെ വളർച്ചയൊക്കെ പോണതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ജലട്രോപിക ചലനം. വേരുകൾ ജലത്തിനടുത്തേക്ക് വളരുന്നു. കണ്ടോ, ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അപ്പൊ വേര് എങ്ങോട്ടാ വരുന്നത്? കണ്ടോ, ജലത്തിനടുത്തേക്കാണ് വരുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ജലട്രോപിക ചലനം. അപ്പൊ രാസട്രോപിക ചലനമാണെങ്കിലോ, അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിന് അടുത്തേക്ക് വളരാനായിട്ട് സഹായിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അണ്ഡാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? രാസട്രോപിക ചലനം. ഇനി പ്രകാശട്രോപിക, അപ്പൊ അത് വാക്യത്തിന് ഉണ്ടല്ലേ? വേര് പ്രകാശത്തിന്റെ എതിർദിശയിൽ വളരുന്നു. വേര് എന്ത് ചെയ്യാണ്? പ്രകാശത്തിന്റെ എതിർദിശയിൽ, പ്രകാശത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേര് വളരുന്നു. ഇനി കാണ്ഡം ഭൂഗുരുത്വ ബലത്തിനെതിരായിട്ട് വളരുന്നതാണ്. കണ്ടോ, വേരുകൾ ഭൂഗുരുത്വത്തിനെതിരെ വളരുന്നതാണ് ഏത് വരുന്നത്? ഭൂഗുരുത്വ ട്രോപിക ചലനം. സ്പർശട്രോപിക ചലനം. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് എന്താണ്? സ്പർശട്രോപിക. ചിലപ്പോൾ ഇങ്ങനെ തന്നാലോ, വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് ഏത് സസ്യങ്ങളിലെ ചലനത്തിന് ഉദാഹരണമാണ് ചോദിച്ചാൽ സ്പർശട്രോപിക ചലനത്തിന് ഉദാഹരണമാണ്. ഇവിടെ ഭൂഗുരുത്വ ട്രോപിക ചലനം തന്നിട്ട് നോക്കാം. അതിന് നോക്കൂ, ഇവിടെ കാണ്ഡം നമ്മൾ നേരത്തെ വായിച്ചു തന്നെയാണ്. അത് ഭാഗം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സ്പർശട്രോപിക ചലനം, സ്പർശം കണ്ടോ, ചലിക്കുന്ന സസ്യഭാഗം കാണ്ഡമാണ്. ഉദ്ദീപനം ഉണ്ടാക്കുന്ന വസ്തുവിന് നേർക്കോ അല്ലെങ്കിൽ അതിന് ചുറ്റിയോണ്. രാസട്രോപിക ചലനം, അതില് രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകും. പിന്നെ ചലിക്കുന്ന സസ്യഭാഗം പരാഗനാളിയാണ്. ഇനി ഇവിടെ ഒരു കോശത്തിന്റെ ചക്രം തന്നിട്ടുണ്ട്. അതില് ഇന്റർഫേസ് കണ്ടോ, തയ്യാറെടുപ്പ് ഘട്ടം, അതുപോലെ വിഭജന ഘട്ടങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വിഭജന ഘട്ടത്തിൽ വരുന്നതാണ് കണ്ടോ, ന്യൂക്ലിയസിന്റെ വിഭജനവും കോശദ്രവ്യ വിഭജനവും. ഇവിടെ ഇന്റർഫേസ് തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നതും കോശത്തിന്റെ വലിപ്പം കൂടുന്നതും ജനിതക വസ്തു ഇരട്ടിക്കുന്നതും ഒക്കെയാണ് കണ്ടോ കോശചക്രത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. വിഭജന ഘട്ടവും ഉണ്ട്, തയ്യാറെടുപ്പ് ഘട്ടമുണ്ട്. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ തന്നിരിക്കുന്നതാണ് കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കലും കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നതും കോശവലിപ്പം കൂടുന്നതും ജനിതക വസ്തു ഇരട്ടിക്കുന്നതും. ഇവിടെ വിഭജന ഘട്ടത്തിലെ ന്യൂക്ലിയസിന്റെ വിഭജനം, കോശദ്രവ്യ വിഭജനം ഇതൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് നടക്കുന്നത്. ഇനി ഇവിടെ നമ്മുടെ ന്യൂക്ലിയസിന്റെ നമ്മൾ നേരത്തെ സസ്യങ്ങളുടെ വിഭജന ഘട്ടങ്ങൾ നോക്കി. ഇവിടെ നോക്കിക്കേ, ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടങ്ങളാണ്. ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടങ്ങളിൽ വരുന്നതാണ് ഒന്ന് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. എത്ര എണ്ണമാണ്? 4 എണ്ണം വരണം. ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടത്തിലാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്. മെറ്റ, അനാഫേസ്, ടിലോഫേസ്. അതിൽ പ്രൊഫേസിലാണ് കണ്ടോ, പ്രൊഫേസിന്റെ ആരംഭവും പ്രൊഫേസിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട്. പ്രൊഫേസിന്റെ ആരംഭത്തിൽ ക്രോമാറ്റിൻ, ജാലിക, മർമ്മകം, ന്യൂക്ലിയസ്. പ്രൊഫേസിന്റെ അവസാനത്തിലാണ് സെൻട്രിയോളുകള്, കീലതന്തുക്കള്, ക്രോമസോം ഇരട്ടിച്ച അവസ്ഥയിൽ തന്നിട്ടുണ്ട്. നോക്കാം നമുക്കത് സൂചകങ്ങൾ നോക്കാം. ക്രോമാറ്റിൻ ജാലികയ്ക്ക് സംഭവിക്കുന്ന മാറ്റം, ക്രോമസോമുകളുടെ എണ്ണം, മർമ്മകത്തിനും മർമ്മസ്തരത്തിനും ഉണ്ടാകുന്ന മാറ്റം, കീലതന്തുക്കളുടെ രൂപീകരണം. ഇതൊക്കെ ഏതിലാണ് വരുന്നത്? പ്രൊഫേസിലാണ് വരുന്നത് അല്ലെ. പ്രൊഫേസിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്രോമാറ്റിൻ. ഇപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് തരാം, ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആകും അല്ലെ. ക്രോമാറ്റിൻ ജാലികയ്ക്ക് സംഭവിക്കുന്ന മാറ്റവും ക്രോമസോമുകളുടെ എണ്ണത്തിൽ വരുന്ന മാറ്റവും മർമ്മകത്തിനും മർമ്മസ്തരത്തിനും ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന മാറ്റവും കീലതന്തുക്കളുടെ രൂപീകരണത്തിനും കാരണമാകുന്നത് ഏത് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടമായ പ്രൊഫേസ് ആണ്. സെൻട്രോസോം ഇല്ലാത്തതിനാൽ സസ്യകോശത്തിൽ സെൻട്രിയോളുകൾ ഇല്ലാതെയാണ് കീലതന്തുക്കൾ രൂപപ്പെടുന്നത്. അപ്പൊ സെൻട്രോസോം കാണപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രോസോം കാണപ്പെടുന്നത് ഏതിലാണ്? ജന്തുക്കളിലാണ് കേട്ടോ. ജന്തുക്കളിൽ സസ്യങ്ങളിൽ എന്തില്ല? സെൻട്രോസോം കാണപ്പെടുന്നില്ല. ഇനി ക്രോമസോമുകളുടെ സ്ഥാനവും ക്രമീകരണവും കീലതന്തുക്കളും ക്രോമസോമുകളും ഇതൊക്കെ ഏതിലാണ്? മെറ്റാഫേസിൽ വരുന്നതാണ്. മെറ്റാഫേസിലാണ് കീലതന്തുക്കളും അതുപോലെ തന്നെ ക്രോമസോമുകളും. ഓക്കെ, ക്രോമസോമുകളുടെ സ്ഥാനവും ക്രമീകരണവും ഇതൊക്കെ ഏതിലാണ്? മെറ്റാഫേസിലാണ് നടക്കുന്നത്. ഇനി അനാഫേസിൽ നോക്കിക്കേ, ക്രോമാറ്റിഡുകൾക്ക് വരുന്ന മാറ്റം പുത്രികാ ക്രോമസോമുകളുടെ രൂപപ്പെടലിന് കാരണവും ക്രോമാറ്റിഡുകൾക്ക് വരുന്ന മാറ്റവും അനാഫേസിലാണ്. ഇനി പുത്രിക ന്യൂക്ലിയസുകളുടെ രൂപപ്പെടൽ, അതുപോലെ പുത്രിക ന്യൂക്ലിയസുകളുടെ എണ്ണം, ഓരോ പുത്രിക ന്യൂക്ലിയസിലെയും ക്രോമസോമുകളുടെ എണ്ണം ഒക്കെ കാണപ്പെടുന്നത് ടിലോഫേസിലാണ്. ഇതിലാണ് ടിലോഫേസ്. അപ്പൊ 4 വ്യത്യസ്തം പഠിക്കണം. ന്യൂക്ലിയസിന്റെ വിഭജന ഘട്ടങ്ങളാണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഓക്കെ, ഇനി സൈറ്റോകൈനസിസ്, നമ്മുടെ കോശദ്രവ്യ വിഭജനം എങ്ങനെയാണ് ഒരു സസ്യകോശത്തിൽ കോശങ്ങളുടെ കോശദ്രവ്യ വിഭജനം നടക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. കണ്ടോ, ഈ ചെറുസ്തര പുത്രിക, ഇത് 2 പുത്രിക ന്യൂക്ലിയസുകൾക്ക് ഇടയിലായിട്ട് എന്ത് ചെയ്യാണ്? ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. ചെറുസ്തര സഞ്ചികൾ ചേർന്ന് കോശഫലകം എന്ത് ചെയ്യും? രൂപപ്പെടുന്നു. കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. കണ്ടോ, ഇങ്ങനെയാണ്. കണ്ടോ, പ്ലാസ്മ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഉളിവലിയുന്നതും പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നതൊക്കെയാണ്. കണ്ടോ, സൈറ്റോകൈനസിന്റെ ഘട്ടങ്ങൾ. ഇവിടെ ജന്തുകോശത്തില് സൈറ്റോകൈനസിന്റെ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോശദ്രവ്യ വിഭജനം സസ്യകോശത്തിലും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കോശദ്രവ്യ വിഭജനം ജന്തുകോശത്തിൽ കേട്ടോ, അതിലാണ് സൈറ്റോകൈനസിന്റെ പറയുന്നത്. അതുപോലെ കോശദ്രവ്യ വിഭജനം സസ്യകോശത്തിൽ കാണുന്നുണ്ട്. അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ഇടയിൽ ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നതും പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ചുവടെ നൽകിയ വസ്തുക്കൾ വിശകലനം ചെയ്യുക. വാർദ്ധക്യകാലത്തെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാമാണ് അല്ലെ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏജ് ഓവർ ആകുന്ന സമയത്ത് കോശവിഭജന നിരക്ക് കുറയുന്നു, കോശത്തിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കുറയുന്നു, കോശങ്ങൾ കൂടുതലായിട്ട് നശിക്കുന്നു, പേശികൾ ശുഷ്കിക്കുന്നു, ഊർജ്ജോൽപാദനം കുറയുന്നു, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. ഇനി നമുക്ക് ഒരു വിവിധതരം മെരിസ്റ്റം നമ്മുടെ സസ്യങ്ങളുടെ കാണ്ഡത്തിൽ നടക്കുന്നതാണ്. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം നോക്കാം. നമുക്ക് ഇതാണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. പർവം എന്താണ്, പർവാന്തരം നോക്കാം. അഗ്രമെരിസ്റ്റം, വേരിന്റെ അഗ്രം എന്ന് തന്നിട്ടുണ്ട് അല്ലെ, വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ സഹായിക്കുന്നതാണ് അഗ്രമെരിസ്റ്റം കേട്ടോ. വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാനാണ് അഗ്രമെരിസ്റ്റം. പാർശ്വമെരിസ്റ്റമോ കാണ്ഡം, വേര് എന്നിവ വണ്ണം വെക്കാനാണ് കേട്ടോ. ഇവിടെ അഗ്രമെരിസ്റ്റം നീളം കൂടാനാണെങ്കിൽ അഗ്രഭാഗം വളർന്ന് പോകണം അല്ലേ, എന്നാലാണ് അത് നീളം കൂടുള്ളൂ അല്ലേ. അപ്പൊ അതങ്ങനെ അഗ്രമെരിസ്റ്റം ചിന്തിക്കുക. പാർശ്വമെരിസ്റ്റമോ വണ്ണം വെക്കാനാണ് കേട്ടോ. കാണ്ഡം, വേര് എന്നിവ വണ്ണം വെക്കാൻ സഹായിക്കുന്നതും ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് ഇത് പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നത്. ഇനി പർവാന്തര മെരിസ്റ്റമോ കാണ്ഡം നീളം കൂടാൻ സഹായിക്കുന്നു, ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നു. അപ്പൊ കാണ്ഡം നീളം കൂടാനാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാനാണെങ്കിൽ അഗ്രമെരിസ്റ്റം, വണ്ണം വെക്കാനാണെങ്കിൽ പാർശ്വമെരിസ്റ്റം, പിന്നെ കാണ്ഡം നീളം കൂടാനും ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നത് പർവാന്തര മെരിസ്റ്റമാണ്. ഇവിടെ തന്നിട്ടുണ്ട് ക്രോമസോം സംഖ്യ. ഒരു മനുഷ്യനിലെ ക്രോമസോം സംഖ്യ 46 തന്നിട്ടുണ്ട്. അതിൽ അണ്ഡം 23, പുംബീജം 23, അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് സിക്താണ്ഡം അല്ലെ. സിക്താണ്ഡം എന്നതിൽ നിന്നാണ് മനുഷ്യന്റെ രൂപാന്തരം പറയാറുണ്ട് അല്ലെ, പഠിച്ചു വെക്കണം കേട്ടോ. ക്രോമസോം സംഖ്യ മനുഷ്യരിൽ 46 കണ്ടോ. അതിൽ അണ്ഡം 23, പുംബീജം 23, അണ്ഡവും പുംബീജവും കൂടി ചേർന്നിട്ട് സിക്താണ്ഡമായിട്ട് മാറുന്നത്. ഇനി ഇവിടെ ഊനഭംഗം തന്നിട്ടുണ്ട്. ഊനഭംഗം 1 ഉണ്ട്, ഊനഭംഗം 2 ഉണ്ട്. പുരുഷനില് പുംബീജങ്ങൾ കണ്ടോ, സ്ത്രീകളില് പോളാർ ബോഡികൾ നോക്കാം നമുക്ക്. ഊനഭംഗം ഇത് എപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റിലാണ് ഈ ഊനഭംഗം ക്രമഭംഗം
വരാറുള്ളത് കേട്ടോ. നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ഊനഭംഗം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം. പഠിച്ചോ? ഒന്നാമത്തെ പോയിന്റ് പഠിക്കണേ. ഊനഭംഗം എന്താണ്? ബീജകോശങ്ങൾ. എന്താണ്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശ വിഭജന രീതിയാണ് ഊനഭംഗം. ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദക കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത്. 46 ക്രോമസോമുകളുള്ള മനുഷ്യനിലെ ബീജോത്പാദക കോശം തുടർച്ചയായിട്ട് 2 തവണ വിഭജിക്കുന്നു. എത്രയാണ്? 2 തവണ വിഭജിക്കുന്നു. മനുഷ്യന്റെ ക്രോമസോം സംഖ്യ എത്രയാണ് പറഞ്ഞത്? 46 എന്ന് പറഞ്ഞു അല്ലെ. അതില് 2 പ്രാവശ്യം വിഭജിക്കുന്നുണ്ട്. തൽഫലമായിട്ട് ഊനഭംഗം 1, ഊനഭംഗം 2 എന്നിങ്ങനെ അറിയപ്പെടുന്നു കേട്ടോ. ഈ വിഭജനങ്ങൾ യഥാക്രമം ഊനഭംഗം 1, ഊനഭംഗം 2 എന്നിവ അറിയപ്പെടുന്നു. ഊനഭംഗം 1 എന്ത് ചെയ്യും? ഊനഭംഗം 1 ക്രോമസോം സംഖ്യ എന്താകും? പകുതിയാകും. 1 പോയിട്ട് പകുതിയാകുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ചിന്തിക്കുക. 1 പോയിട്ട് എന്ത് ചെയ്യും? പകുതിയാകുന്നു. തൽഫലമായിട്ട് 46 ക്രോമസോം എന്ന് പറയുമ്പോൾ പകുതിയാവുമ്പോൾ എത്രയാവും? അത് 23 ക്രോമസോമുകളായിട്ട് മാറുകയാണ് കേട്ടോ. 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. 23, 23 അങ്ങനെ 2 സെക്ഷൻ ആകുന്നു. ഊനഭംഗം 2 ഓരോ പുത്രികാ കോശവും വീണ്ടും എന്ത് ചെയ്യാണ്? അവിടെ വിഭജിച്ചിട്ട് ഊനഭംഗം 2 ക്രമഭംഗത്തിന് സമാനമാണ്. അപ്പൊ ഊനഭംഗം 2 എന്തിന് സമാനമാണ്? ക്രമഭംഗത്തിന് സമാനമാണ്. ക്രമഭംഗത്തിന് സമാനമാണ്. ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ഊനഭംഗം 1, ഊനഭംഗം 1 നമ്മൾ എന്തൊക്കെ പഠിച്ചത്? എന്താണ് ഊനഭംഗം? എന്താണ് പഠിച്ചത്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന ഒരു കോശ വിഭജന രീതിയാണ് ഊനഭംഗം എന്ന് പറഞ്ഞു. 46 ക്രോമസോം ഉണ്ട് അല്ലേ മനുഷ്യനില്. ആ മനുഷ്യനിലെ 46 ക്രോമസോം എന്നുള്ളത് 2ആയിട്ട് വിഭജിക്കുകയാണ്, 2ആയിട്ട് പിരിയാണ്. ഓക്കെ. ഊനഭംഗത്തിലെ അതിൽ 2 തവണ എന്ത് ചെയ്യും? ഈ 46 ക്രോമസോമുകൾ 2 തവണ വിഭജിക്കണം. അപ്പൊ ഒരു 23, ഒരു 23 2ആയിട്ട് മാറുകയാണ് അല്ലെ. അങ്ങനെ ഊനഭംഗം 1, ഊനഭംഗം 2 എന്ന് ഈ 2 എണ്ണത്തിനെയും അറിയപ്പെടുകയും ചെയ്യുന്നു. ഊനഭംഗം 1 എന്ത് ചെയ്യുന്ന? ക്രോമസോം സംഖ്യ പകുതിയാകുകയാണ് ചെയ്യുന്നത്. അതായത് 46 എന്നുള്ളത് 23 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഊനഭംഗം 2 എന്താണ്? പുത്രികാകോശം വീണ്ടും വിഭജിക്കുകയാണ്. ഊനഭംഗം 2 ക്രമഭംഗത്തിന് സമാനമാണ്. ഊനഭംഗം 2ഉം ക്രമഭംഗവും എന്താണ്? സമാന ഭാഗമാണ്. ഈ വിഭജനത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പുരുഷനിൽ ഊനഭംഗത്തിന്റെ ഫലമായി ഒരു ബീജോത്പാദക കോശത്തിൽ നിന്ന് 23 ക്രോമസോമുകളുള്ള 4 പുംബീജങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകളിൽ ഒരു ബീജോത്പാദക കോശത്തിൽ നിന്ന് ഒരു അണ്ഡം മാത്രമേ രൂപപ്പെടുന്നു. പുരുഷനിൽ ഊനഭംഗത്തിന്റെ ഫലമായിട്ട് എന്താണ്? ഒരു ബീജോത്പാദക കോശത്തിൽ നിന്ന് 23 ക്രോമസോമുകളുള്ള 4 പുംബീജങ്ങൾ, 24 ക്രോമസോമുകളുള്ള 4 പുംബീജങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകളിൽ എന്തില്ല? ഒരു അണ്ഡം മാത്രമേ രൂപപ്പെടുന്നുള്ളൂ. ഇനി ഇവിടെ ദ്രാവകത്തിന്റെ സാന്ദ്രതകൾ തന്നിട്ടുണ്ട്. ഓരോ ദ്രാവകം ജലം എന്ന ദ്രാവകത്തിന്റെ സാന്ദ്രത നോക്കാം. kg/m³ അല്ലെ. അതില് 1000 ആണ് കേട്ടോ. 1000 കിലോ. ഓക്കെ. 1000 ആണ്. എത്രയാണ് ജലത്തിന്റെ സാന്ദ്രത? 1000. മണ്ണെണ്ണയോ 810. ഉപ്പുവെള്ളം 1025. അപ്പൊ സാന്ദ്രത കൂടുതൽ ഏതിന് തന്നെയാണ്? ഉപ്പുവെള്ളത്തിനാണ് അല്ലെ. ഉപ്പുവെള്ളത്തിന് 1025. നോർമൽ ജലം 1000. പിന്നെ മണ്ണെണ്ണ 810. ഇനി ഇവിടെ ആർക്കിമിഡീസിന്റെ തന്നിട്ടുണ്ട്. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ സിറാക്കിസിലെ ആർക്കിമിഡീസ് അതൊന്നും വേണ്ട. പിന്നെ ഇവിടെ ആർക്കിമിഡീസിന് ശുദ്ധമായ സ്വർണത്തിന്റെ സാന്ദ്രത ഘട്ടത്തെ സ്വർണ്ണക്കട്ടിയുടെ മാസത്തിന്റെ വ്യാപ്തി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടാ. നമ്മുടെ വർഗ്ഗവത്തുകളെ കുറിച്ചുള്ള സങ്കീർണമായ ഗന്ധക്രിയകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. ആർക്കിമിഡീസ് ഒന്ന് വായിച്ചു നോക്കണം. ഇതിനിടയിൽ ഓരോ പോയിന്റെങ്കിലും ചിലപ്പോൾ വായിക്കാനായിട്ട് കിട്ടും. ഇനി എന്താണ് പ്ലവന തത്വം? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇനിയിപ്പോ ഒരു വസ്തു, ഇപ്പൊ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇതിലിങ്ങനെ ഇവിടെ പൊങ്ങിക്കിടക്കുകയാണ് ഒരു വസ്തു എങ്കിൽ അതിന്റെ ഭാരവും ഈ വസ്തു, ഈ വെള്ളം ഉണ്ട്, അപ്പൊ ഈ വെള്ളത്തിന്റെ
ദ്രവത്തിന്റെ ഭാരവും അല്ലെ, ആദേശം ചെയ്യുന്ന ആ ദ്രവത്തിന്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ വസ്തുവിന്റെ ഭാരവും പിന്നെയോ ഈ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അതാണ് എന്ത് പറയുന്നത്? പ്ലവന തത്വം എന്ന് പറയുന്നത്. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതും ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതും, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് തേനിനാണ് കേട്ടോ. സാന്ദ്രത കുറഞ്ഞതോ മണ്ണെണ്ണയാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ജലത്തിൽ മണ്ണെണ്ണ ലയിക്കുന്ന സമയത്ത് മണ്ണെണ്ണ മേലെ പൊങ്ങി കിടക്കുന്നില്ലേ? സാന്ദ്രത കൂടുതലാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഫുള്ളായിട്ട് അലിഞ്ഞ് ജലത്തോട് കൂടിയിട്ട് കൂടും. പക്ഷെ മണ്ണെണ്ണ കൂടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവാണ്, തേനിന് സാന്ദ്രത കൂടുതലാണ്. ഇനി ഇവിടെ വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന ഒരു അനുപാത സംഖ്യയാണ് ഏത്? ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ആപേക്ഷിക സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത കേട്ടോ. വസ്തുവിന്റെ സാന്ദ്രതയും കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ഒരു ആപേക്ഷിക സാന്ദ്രത കാണാൻ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ്. ഒരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇവിടെ ഒന്ന് നോക്കണം. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അപ്പൊ ദ്രാവകം വെള്ളമാണ് അല്ലെ, വെള്ളത്തിന്റെ രൂപമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൈഡ്രോ എന്നുള്ളത് കണക്ട് ചെയ്യണം. ഹൈഡ്രോമീറ്റർ. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ആപേക്ഷിക സാന്ദ്രത കാണാൻ വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രമാത്രം മതി. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എത്രമാത്രം നിങ്ങൾക്ക് ഒരു ചിലവില്ലാത്തൊരു സപ്പോർട്ടാണ്. അത് ചെയ്യാനായിട്ട് നല്ല കൂട്ടുകാർ ശ്രമിക്കുക കേട്ടോ. താഴെ കമന്റ് ചെയ്തിട്ട് പോകുമല്ലോ? പോവില്ലേ? പോയിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത എക്സാമിനുള്ളവരൊക്കെ വേഗം 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 പഠിച്ചു പോണേ. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെക്രട്ടറിയേറ്റ് പോയ കഴിഞ്ഞാലും എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒന്നും പ്രിലിംസ് ഇല്ലാതെ നടക്കുന്ന എക്സാം അല്ലേ, നല്ല ഉപകാരം നിങ്ങൾക്ക് അതിലേക്കും കിട്ടും. അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചോളേൻ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.